ഹായ് ഫ്രണ്ട്സ്, എന്താ ഞങ്ങളെല്ലാവരും കൂടെ സാൽമിയ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ അച്ചു. ബസ്സിൽ കയറിയപ്പോഴേക്കും അച്ചു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ടൈം ഇരുന്നു. അത് കഴിഞ്ഞ് അവൻ ഉറങ്ങിപ്പോയി. പിന്നെ സാൽമിയയിൽ എത്തിയിട്ടാണ് അവൻ എണീറ്റത്. കുറച്ച് ടൈം ഉറങ്ങിയോണ്ട് തന്നെ അവൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഓണായി. പിന്നെ അവിടെ കോടിക്കളിയൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്ന് ബീച്ചിലോട്ടെത്തി. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആണ്. സോ കുറച്ച് ആൾക്കാരും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ചുവിന് ഫസ്റ്റ് ടൈമാണ് കടലിൽ ഇറക്കുന്നത്. ആദ്യം അവന് പേടിയായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കണ്ടപ്പോൾ അവനത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പുറത്തെ സൈഡിൽ കിച്ചു ആണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. വെള്ളം കാലിൽ തൊടുമ്പോൾ തന്നെ അവൻ കീറൽ തുടങ്ങി. കുറച്ച് ടൈം വെള്ളത്തിൽ കളിച്ചിട്ട് തിരിച്ച് അച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പാർക്കിലോട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും നടക്കുന്ന വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ഓണാക്കി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെറീന മോളിലോട്ടാണ് പോയത്. അവിടെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഓരോന്നും കണ്ട് നടക്കുന്നതിടയിലാണ് അവിടെ ഒരു സ്വീറ്റ് ഷോപ്പ് കണ്ടത്. അച്ചു പിന്നെ അതിനു വേണ്ടി കുറച്ച് കരച്ചിലൊക്കെ നടത്തി. അതിസാഹസികമായി അവൻ അത് സ്വന്തമാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്ന ടൈമിൽ തന്നെ അച്ചുവും കിച്ചുവും കൂടെ ചെറിയൊരു ഫൈറ്റിംഗ് സീനൊക്കെ കഴിഞ്ഞു. ഫുഡ് വന്നാൽ അച്ചു ഡീസൻ്റ് ആവും. അതേപോലെ കറക്റ്റ് ടൈമിൽ ഫുഡ് എത്തി അച്ചു ഡീസൻ്റായി. പിന്നെ അവൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ഒരു ശല്യമില്ലാതെ നല്ല കുട്ടിയായിട്ടുണ്ട് ഫുഡ് കഴിക്കലായിരുന്നു. ഫുഡ് ഫിനിഷ് ചെയ്ത് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. ബസ്സിൽ വെച്ച് കിച്ചൂട് കളിക്കാൻ ഒരു ഫ്രണ്ടിനെ കിട്ടി. ബട്ട് എൻ്റെ അച്ചുവിനാരെയും കിട്ടിയില്ല. അതുകൊണ്ട് അച്ചു ഇവരെ രണ്ടുപേരെ നോക്കി ഇങ്ങനെ വിഷമത്തി ഇരിക്കുകയായിരുന്നു.